ഈ സെഷനിൽ നമ്മൾ നമ്പർ തിയറിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്പർ തിയറിയുടെ കുറച്ച് കൺസെപ്റ്റ്സാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്തുള്ളത്. വളരെ സിമ്പിളായിട്ട് ഡിവിഷൻ അൽഗോരിതത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്, GCD അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്, കോൺഗ്രുവൻസ് റിലേഷൻസ് പഠിക്കാനുണ്ട്. സോ നമുക്ക് ആദ്യം ഡിവിഷൻ അൽഗോരിതത്തിനോടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പ് നമുക്ക് 2-3 ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് പറയണം. നമ്പർ തിയറിയിൽ നമ്മളിതുവരെ കണ്ടിട്ടുള്ള കുറച്ച് തിയററ്റിക്കലായിട്ടുള്ള പേപ്പറാണ്. ഓക്കെ, സോ അതിനകത്ത് മിക്കവാറും നിങ്ങൾക്ക് കുറേ തിയറംസും സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ സാധാരണഗതിയിൽ പ്രൂവ് ചെയ്യേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യാറുള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻഡക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇൻഡക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻഡിജേഴ്സിനുള്ള പോസിറ്റീവ് ഇൻഡിജേഴ്സിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് പല രീതിയിൽ പറയാം. ഒന്ന് നമ്മൾ ആദ്യം അത് n=1 ട്രൂ ആണെന്ന് കാണിക്കും, പ്രൂവ് ചെയ്യും. പിന്നെ n=kക്ക് അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതിൽ നിന്ന് വിൽ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ ഫോർ n=k+1. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി പ്രൂവ്ഡ് ഫോർ ഓൾ ദ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. സോ ഇത് ഇൻഡക്ഷൻ്റെ ഒരു ഫോമാണ്, വേറെയും ഫോംസ് ഉണ്ട്. സോ ഇൻഡക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. വേറെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിളാണ്. ഇതും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുക്കുവാണെങ്കിൽ എപ്പോഴും അതിനകത്തൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും. സോ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സിന് എപ്പോഴും ഒരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം പോസിറ്റീവ് ഇൻഡിജേഴ്സ് ബൗണ്ടഡ് ബിലോയാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ എലമെൻറ്റ് 1 ആണ്. സോ അത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എടുത്താൽ പോലും എൻ്റെ എപ്പോഴും ഒരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടായിരിക്കും. സോ 0 ആയിരിക്കും, പക്ഷേ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവില്ല. സോ ആ ഒരു ഐഡിയയാണ് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. സോ ഇത് ട്രൂ ആണെന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെയും വേറെയും കോൺട്രഡിക്ഷൻ പ്രൂഫ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. തൽക്കാലം നമുക്ക് ആവശ്യമുള്ള ഇത്രയും മതി. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് റിസൾട്ടായ ഡിവിഷൻ അൽഗോരിതം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡിവിഷൻ അൽഗോരിതം പറഞ്ഞാൽ നമ്മൾ ഫെമിലിയർ ആയിട്ട് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഡിവിഷൻ തന്നെയാണ്. അതിനെ നമ്മളൊന്ന് ഫോർമലൈസ് ചെയ്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് 7 ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം the quotient 3 ആയിരിക്കും. So we'll get the remainder 1. So this 7 could be written as 3 into 2 plus 1. This 1 is called the remainder. Okay, so ഇപ്പോൾ നിങ്ങളുടെ ഈ ഡിവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇല്ലേ, അപ്പോൾ അത് പോസിറ്റീവ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. സോ പോസിറ്റീവ് ആണ് അസ്യൂം ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് റിമൈൻഡർ വിൽ ബി ലെസ് ദാൻ ദിസ് 2. ഓക്കെ, സോ ദിസ് 1 വിൽ ഓൾവേസ് ബി ലെസ് ദാൻ 2. അല്ലെങ്കിൽ നമ്മൾ റിമൈൻഡർ ഇപ്പോൾ 6 കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി, it can be greater than or equal to 0 and it will always be less than the divisor if it is b. ഓക്കെ, സോ ഈ ഒരു റിസൾട്ടിന് പറയുന്ന പേരാണ് ഡിവിഷൻ അൽഗോരിതം. അതായത് നമുക്കൊരു എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ a could be written as qb plus r where this r is strictly less than b. ഓക്കെ, സോ ഈ ഒരു റിസൾട്ടിന് പറയുന്ന പേരാണ് ഡിവിഷൻ അൽഗോരിതം. സോ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ നമുക്കിത് ഫോർമുലയായിട്ടൊന്ന് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. ഓക്കെ, സോ ഡിവിഷൻ അൽഗോരിതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഡിവിഷൻ അൽഗോരിതം അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അവർ ചോദിക്കാം എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ഡിവിഷൻ അൽഗോരിതം ചോദിക്കാം. നിങ്ങളുടെ സ്വന്തം വോയിസിൽ കൊടുത്താൽ ആദ്യം കൂടെ നിർബന്ധമൊന്നുമില്ല. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേവിഡ് ബർട്ടൻ്റെ എലമെൻ്ററി നമ്പർ തിയറി എന്നൊരു ടെക്സ്റ്റാണ്. ഡേവിഡ് ബർട്ടൻ്റെ എലമെൻ്ററി നമ്പർ തിയറിയാണ് നമ്മുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ്. അതാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. സോ അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം സോ ഗിവൺ ഇൻഡിജേഴ്സ് എ ആൻഡ് ബി നമ്മൾ കണ്ടു, ഇപ്പം 7 and 2. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബി ഗ്രേറ്റർ ആൻഡ് 0 ആണ്. അങ്ങനെ എടുക്കുന്ന നിർബന്ധമില്ല. അങ്ങനെ ഇല്ലാത്ത കണ്ടീഷൻ പറഞ്ഞു തരാം. തൽക്കാലം നമ്മൾ ബി ഗ്രേറ്റർ ആൻഡ് 0 എന്ന് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് യൂണീക്ക് ഇൻഡിജേഴ്സ് q and r സാറ്റിസ്ഫൈങ് a is equal to qb plus r where this r is strictly less than b. ഈ ക്യൂന്ന് വിളിക്കുന്ന പേര് കോഷ്യന്റ്, r എന്ന് വിളിക്കുന്ന പേര് റിമൈൻഡർ ആണ്. ഓക്കെ, സോ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സിസ്റ്റ്, സോ ഇവിടെ എക്സിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. പിന്നെ അത് യൂണീക്ക്, സോ രണ്ട് സ്റ്റെപ്സ് ഉണ്ടാവണം. എക്സിസ്റ്റൻസ് യൂണീക്നെസ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യാം, വളരെ സിമ്പിളാണ്. സോ ഇവിടെ നമുക്ക് a is equal to qb plus r കാണിക്കണം. അവിടെ നമുക്ക് 0 is less than equal to r is less than b where b is greater than 0. സോ നമ്മൾ ആദ്യം എക്സിസ്റ്റൻസ് പോർഷൻ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ എക്സിസ്റ്റൻസ് പോർഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം r എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കും. അതിനുവേണ്ടി നമ്മൾ ഈ a minus qb നമുക്ക് അറിയാം, r is equal to a minus qb. സോ ഈ a minus qb ഫോമിലുള്ള എലമെൻസിൻ്റെ കളക്ഷൻ ഇങ്ങനെ എടുക്കും. ഓക്കെ, സോ ഐ ജസ്റ്റ് ടേക്ക് s is equal to set of all a minus xb where a minus xb is greater than or equal to 0 and x is a integer. സോ ബേസിക്കലി ഇതാണ് കളക്ഷൻ. സോ ഈ കളക്ഷനകത്തുള്ള ഒരാളാണ് r. സോ ആറിന് പ്രത്യേകത ഉണ്ടാവും. സോ ആ രീതിയിൽ വേണ്ടിയിട്ട്
ഞാൻ എ മൈനസ് ഈ ആർ വരാൻ സാധ്യതയുള്ള ഒരു സെറ്റ് എടുക്കുവാണ്. ഓക്കെ, സോ ആ ഒരു കളക്ഷൻ എടുക്കുവാണ് എന്ന് പറയുന്ന പോലെ എ മൈനസ് എക്സ് ബി is greater than or equal to 0 and x is the element of z. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് കാണിക്കും ഈ കളക്ഷനകത്ത് ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യും ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. അങ്ങനെ ആ ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ കിട്ടുന്ന ലീസ്റ്റ് എലമെൻറ്റിനെ ആറെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് നമ്മുടെ എക്സിസ്റ്റൻസ് പ്രൂഫ്. ഓക്കെ, സോ ആദ്യം നമ്മൾ എസിനകത്ത് ഒരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എൻ ആർ ആൻഡ് വിൽ ഷോ ദാറ്റ് ആർ വിൽ ഹാവ് ഓൾ ദ റിക്വയർഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ആദ്യം ഇത് ലീസ്റ്റ് എലമെൻ്റ് അല്ലെങ്കിൽ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ സെറ്റ് നോൺ എംപ്റ്റി ആയിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. സോ നോൺ എംപ്റ്റി ആണെന്നുള്ളത് നമ്മൾ കാണിക്കണം. അതായത് മൈനസ് എക്സ് ബി ഗ്രേറ്റർ ആൻ ഈക്വൽ 0 ആകുന്ന ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടെന്നുള്ളത് നമ്മൾ കാണിക്കണം. ഓക്കെ, സോ ഈ എക്ക് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചില്ല. എ ക്യാൻ ബി നെഗറ്റീവ്. ഓക്കെ, സോ എ നെഗറ്റീവ് ആയതുകൊണ്ട് ചിലപ്പോൾ എ മൈനസ് എക്സ് പി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. സോ നെഗറ്റീവ്നെസ് കളയാൻ വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മോഡ് എ എടുക്കുവാന്ന് വിചാരിച്ചു. ഓക്കെ, എ നെഗറ്റീവ് ആയത് എ നെഗറ്റീവ് ആവാം. സോ ആ നെഗറ്റീവ്നെസ് കളയാൻ വേണ്ടിയിട്ട് ഞാനത് മോഡ് എ എടുക്കുകയാണെങ്കിൽ എ പ്ലസ് മോഡ് എ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 0 ആവും. അപ്പോൾ എ പ്ലസ് മോഡ് എ ഇൻറ്റു ബി എടുത്തു കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ എന്തായാലും ഇറ്റ്സ് എൻ ഇൻറ്റീജർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ ദിസ് ക്വാണ്ടിറ്റി വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 0. ശരിയല്ലേ? സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവാം. ഓക്കെ, സോ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മോഡെ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ആ നെഗറ്റീവ്നെസ് പോയി കിട്ടും, 0 ആവും. ഓക്കെ, സോ വീണ്ടും മോഡെ ഇൻറ്റു ബി എടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കും? ഡെഫിനറ്റ്ലി ദാറ്റ് ക്വാണ്ടിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ എ പ്ലസ് മോഡെ ഇൻറ്റു ബി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അതായത് ഈ എ പ്ലസ് മോഡെ ഇൻറ്റു ബി ആക്ച്വലി ഈ സെറ്റിലുള്ള ഒരു സാധനമാണ് അല്ലേ? കാര്യം എന്താ വെച്ചാൽ നമ്മുടെ എക്സിനെ ഇപ്പോൾ നമ്മൾ മൈനസ് മോഡെ എന്ന് വിളിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇത് ഏതാണ്ട് എ മൈനസ് എക്സ് ബി ഫോമിലാണ്. സോ എ മൈനസ് എക്സ് ബി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഫോമിൽ വന്നു. സോ ദാറ്റ് മീൻസ് ദിസ് ക്വാണ്ടിറ്റി വിൽ ബി ലൈങ് ഇൻ ദിസ് എസ്. Therefore our S is non-empty. Okay, so non-empty ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം? ഇറ്റ്സ് എ non-empty സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് അല്ലേ? എ മൈനസ് എക്സ് ബി എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻറ്റീജേഴ്സ് ആണ്. സോ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. സോ non-empty സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. സോ എല്ലാമല്ല ഈ എ മൈനസ് എക്സ് ബി ഈ സെറ്റ് എടുത്തിരിക്കുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിട്ടാണ്. സോ ബേസിക്കലി ഇറ്റ്സ് non-empty. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിനകത്തൊരു ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും. ആ ലീസ്റ്റ് എലമെൻറ്റ് ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. സോ അതിനകത്ത് ലീസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ എന്താവും നമുക്ക് പറയാം, ആ ലീസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ആർന്ന് വിളിക്കണം. സോ ലെറ്റ് ആർ ബി ദ ലീസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, സോ ആ എ മൈനസ് എക്സ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് എലമെൻ്റ് ആണ് ആർ. ഓക്കെ, സോ ഈ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഉണ്ടാവും. ആ എക്സിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കാൻ വിചാരിച്ചു. സോ നൗ ഐ ക്യാൻ സേ ആർ ഈസ് ഈക്വൽ ടു എ മൈനസ് ക്യൂ ഇൻറ്റു ബി ഓർ എ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ. സോ ഇവരാണോ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ക്യൂ മാറും ഇവരെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ക്യൂ മാറും ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ടാവണം. ദിസ് ആർ ഷുഡ് ബി less than or equal to b. Already we know r is greater than or equal to 0. Also we should prove that this r is less than or equal to less than b. ഇതും കൂടെ നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ ആർ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. സോ അതാണ് നമ്മുടെ എക്സിസ്റ്റൻസ് പ്രൂഫ്. ഇനി ആർ ലെസ് ദാൻ ബി എന്നും കൂടെ പ്രൂവ് ചെയ്യണം. സോ നമ്മൾ അല്ലാന്ന് വിചാരിക്കുക, ലെസ് ദാൻ ബി അല്ലാന്ന് വിചാരിക്കുക. സോ എന്താ സംഭവിക്കുക? ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആർ ഈക്വൽ ടു ബി ആണ് വിചാരിക്കുക. സോ ഇങ്ങനെയാണ് സംഭവിക്കുക എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എ മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി. ആർ എന്ന് പറയുമ്പോൾ എ മൈനസ് ക്യൂ ബി ആണ്. സോ ആർ എ മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ആസ് എ മൈനസ് ക്യൂ ബി മൈനസ് ബി വരും, വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു ആർ മൈനസ് ബി ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. അതായത് ഈ എ മൈനസ് ക്യൂ പ്ലസ് 1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും അതും ഒരു എ മൈനസ് എക്സ് ബി ഫോമിലാണ്. അത് എടുക്കാൻ നേരത്തെ എനിക്ക് കിട്ടുന്നത് ആർ മൈനസ് ബി എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ കിട്ടും. ദാറ്റ് ഈസ് എനിവേ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്താണെന്ന് അർത്ഥം എന്താ? ഈ എ മൈനസ് ക്യൂ പ്ലസ് 1 ബി നമ്മുടെ എസ്സിലുണ്ടായിരിക്കും അല്ലേ? കാര്യം അത് ആ ഫോമിലുള്ള സാധനമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ സാധിക്കില്ല. കാര്യം എന്താ? ആറാണ് ആ എസ്സിലുള്ള ഏറ്റവും ചെറിയ എലമെൻറ്റ്. പക്ഷേ നമുക്കിപ്പോൾ കിട്ടി ആറിനേക്കാളും ചെറിയ എലമെൻറ്റ്സ് എസ്സിലുണ്ടെന്ന്. സോ അത് ഒരിക്കലും പോസിബിൾ അല്ല, ബിക്കോസ് ആർ ഈസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആർ ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു ബി എന്ന കണ്ടീഷൻ ഒരിക്കലും ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി ആർ ഈസ് ലെസ് ദാൻ ബി. ഓക്കെ, സോ now നമ്മൾ എന്താ എസ്റ്റാബ്ലിഷ് ചെയ്ത്? സോ വി ഹാവ് ഒബ്റ്റെയിൻഡ് ഇൻറ്റീജേഴ്സ് ക്യൂ ആൻഡ് ആർ സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു ക്യൂ ആർ പ്ലസ് ബി ആൻഡ് 0 ലെസ് ദാൻ ഈക്വൽ ടു ആർ ഈസ് ലെസ് ദാൻ ബി. സോ ഇതാണ് നമ്മൾ പ്രൂവ്. സോ നമ്മൾ എക്സിസ്റ്റൻസ് പാർട്ട് നമ്മൾ പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ എക്സിസ്റ്റൻസ് പാർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? എ മൈനസ് എക്സ് ബി കൺസിഡർ ചെയ്തു. അവിടെ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ യുണീക്നെസ്സിലേക്ക് പോവാം. എന്താണ് യുണീക്നെസ്? യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്യൂവും ആറും ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സോ അതല്ല, സോ നമുക്ക് യുണീക്ക് അല്ല എന്ന് വിചാരിക്കും. നമുക്ക് വേറെ ഒരു ആർ ഡാഷും ക്യൂ ബി പ്ലസ് ആണ്, എ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആണ്, ക്യൂ ബി പ്ലസ് ആർ ആണ്. സോറി,
So I hope it is understood. Okay, so A is equal to QB plus R. Okay. ഓക്കെ. സോ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു ക്യൂ ഡാഷും ആർ ഡാഷും ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് എ വിൽ ബി ഈക്വൽ ടു ക്യൂ ഡാഷ് ബി പ്ലസ് ആർ ഡാഷ് വേർ 0 ലെസ് ആർ ഈക്വൽ ടു ആർ ഡാഷ് ഇസ് ലെസ് ദാൻ ബി. ആൻഡ് സിമിലർലി നമുക്ക് ഓൾറെഡി അറിയാം എ ഇസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആറും ഉണ്ട്. സോ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക, യുണീക്ക് അല്ല എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വന്ന് വരുന്നതാണെങ്കിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, ജസ്റ്റ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ആസ് q dash minus q into b is equal to, ഇപ്പുറത്ത് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ദിസ് ആസ് r minus r dash. ഓക്കെ. സോ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. സോ ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഇൻറ്റീരിയേഴ്സിലേക്ക് റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ മോഡുലസ് എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് q മൈനസ് q ഡാഷ് മൈനസ് q ഇൻറ്റു ബി. ബി ഓൾവേസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വിൽ ബി ഈക്വൽ ടു r മൈനസ് r ഡാഷ്. ഓക്കെ. ഈ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും. ഓക്കെ. ഓൾറെഡി നമുക്കറിയാം 0 ലെസ് ആർ ഈക്വൽ ടു r less than b ആണ്. ഓക്കെ. ഓൾസോ വി ഹാവ് 0 ലെസ് ആർ ഈക്വൽ ടു r ഡാഷ് ലെസ് ദാൻ ബി ആയിരിക്കും. സോ നമ്മൾ എല്ലാം നെഗറ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ബി മൈനസ് ബി, റൈറ്റ്, മൈനസ് ബി വിൽ ബി ലെസ് ദാൻ r ഡാഷ്. ഓക്കെ. മൈനസ് ബി വിൽ ബി ലെസ് ദാൻ r ഡാഷ് വിൽ ബി ലെസ് ആർ ഈക്വൽ ടു 0. ഓക്കെ. മൈനസ് ബി വിൽ ബി ലെസ് ദാൻ r മൈനസ് r ഡാഷ് ആൻഡ് വിച്ച് വിൽ മൈനസ് r ഡാഷ് ആണ് കേട്ടോ. ഞാൻ മൊത്തം നെഗറ്റീവ് മൾട്ടിപ്ലൈ. സോ മൈനസ് ബി വിൽ ബി ലെസ് ദാൻ മൈനസ് ആർ ഡാഷ് വിച്ച് ഇസ് ലെസ് ആർ ഈക്വൽ ടു 0. ഈ രണ്ട് ഇനീക്വാളിറ്റിയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും, വിൽ ഗെറ്റ് ദിസ് ആസ് മൈനസ് ബി. രണ്ട് ഇനീക്വാളിറ്റി കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ മൈനസ് ബി വിൽ ബി ലെസ് ദാൻ ആർ മൈനസ് ആർ ഡാഷ്, രണ്ടും കൂടെ ആഡ് ചെയ്തു, വിൽ ബി ലെസ് ദാൻ ബി. ഓക്കെ. സോ ദാറ്റ് മീൻസ് അതിൽ നിന്ന് എന്താ മനസ്സിലാകുക, ഇതിൻ്റെ അർത്ഥം എന്താ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ ഡാഷ് ഈസ് ലെസ് ദാൻ ബി എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. മൈനസ് ബി ലെസ് നമുക്കറിയാം, ബിക്കോസ് മൈനസ് എ ലെസ് ദാൻ സം എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ മോഡ് എക്സ് വിൽ ബി ലെസ് ദാൻ എ. ആ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് ആർ മൈനസ് ആർ ഡാഷ് വിൽ ബി ലെസ് ദാൻ ബി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് ഈ ഒരു റിസൾട്ട് പ്രകാരം, അതായത് ക്യൂ ഡാഷ് മൈനസ് ക്യൂ ഇൻറ്റു ബി ആണ് മോഡ് ആർ മൈനസ് ആർ ഡാഷ് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് ക്യൂ ഡാഷ് മൈനസ് ക്യൂ ഇൻറ്റു ബി വിൽ ബി ലെസ് ദാൻ ബി എന്നുള്ളത് കിട്ടും. ഓക്കെ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിയും ബി രണ്ടിടത്തും കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, ദിസ് മോഡുലസ് ഓഫ് ക്യൂ ഡാഷ് മൈനസ് ക്യൂ ഈസ് ലെസ് ദാൻ 1 ആയിരിക്കണം. ആൻഡ് ഓൾവേസ് ദിസ് മോഡുലസ് ഈസ് ലെസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടും 0 ലെസ് ആർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ക്യൂ ഡാഷ് മൈനസ് ക്യൂ ഈസ് ലെസ് ദാൻ 1 കിട്ടും. ഈ ക്യൂ ഡാഷും ക്യൂവും എല്ലാം എല്ലാം ഇൻറ്റീജേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ക്യൂ ഡാഷ് മൈനസ് ക്യൂവിന് ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ 0 ആവും, 1 ആവും പറ്റില്ല. സോ ദാറ്റ് മീൻസ് ക്യൂ ഡാഷ് മൈനസ് ക്യൂ വിൽ ബി, മോഡുലസ് ഓഫ് ക്യൂ ഡാഷ് മൈനസ് ക്യൂ വിൽ ബി ഈക്വൽ ടു 0. That is therefore q dash will be equal to q. So q dash q ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി r ഡാഷും r ആവും. ഓക്കെ. സോ ദാറ്റ് മീൻസ് രണ്ടെണ്ണം ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫാക്ട് നമുക്ക് എന്ത് കിട്ടും, ആ രണ്ടും ബേസിക്കലി സെയിം ആണ്, ക്യൂവും ആർ തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ അതാണ് യൂണീക്നെസ്. സോ യൂണീക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത്, രണ്ടെണ്ണം ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ഇൻഫാക്ട് നമ്മൾ അത് ആ അസംഷൻ നമുക്ക് എന്ത് മനസ്സിലായി, രണ്ടെണ്ണം ഉണ്ടാകാൻ പറ്റില്ല, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് രണ്ടും ഒന്ന് തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് കിട്ടി. സോ ഇതാണ് അതിൻ്റെ യൂണീക്നെസ് പാർട്ട്. ഓക്കെ. സോ ഇത് ഡിവിഷൻ അൽഗോരിതമാണ്. ടെക്സ്റ്റ് നോക്കിയിട്ട് ഇത് നമുക്ക് കൺവിൻസ്ഡ് ആവണം നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഡിവിഷൻ അൽഗോരിതം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്ത റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ക്യൂ ബി, എ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ആർ, 0 പ്ലസ് ആർ ലെസ് ദാൻ ബി ആണ്. ഓക്കെ. ഇപ്പോൾ ഈ ബി പോസിറ്റീവ് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, ബി നെഗറ്റീവ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അതിന് ഇത് ഫോൾഡ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് 0 ലെസ് ദാൻ ഈക്വൽ ടു ആർ ലെസ് ദാൻ മോഡ് ബി എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും വരിക. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക വെച്ചാൽ നിങ്ങൾ മോഡുലസ് ബി കൺസിഡർ ചെയ്യുക. മോഡുലസ് ബി കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എന് എനിക്ക് സം ക്യൂ ഇൻറ്റു മോഡുലസ് ബി പ്ലസ് ആർ, നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത ഡിവിഷൻ അൽഗോരിതം വെച്ച് ഈ ആർ കണ്ടുപിടിക്കാം. വേറെ 0 ലെസ് ദാൻ ഈക്വൽ ടു ആർ ലെസ് ദാൻ മോഡുലസ് ബി വരും. ഇനി ഒറിജിനൽ ബിക്ക് വേണ്ടിയിട്ട് ഉള്ള ക്യൂ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ക്യൂ എന്ന് പറഞ്ഞാൽ എ വിൽ ബി ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ബി എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ സാറ്റിസ്ഫൈ ദിസ് പ്രോപ്പർട്ടീസ്. സോ ബി നെഗറ്റീവ് ആണെങ്കിൽ അത് ഈ ഒന്നെങ്കിൽ മോഡൽസ് ബി വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ക്യൂ ആയിട്ട് മൈനസ് ക്യൂ എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ സെയിം എഫക്റ്റ് തന്നെയായിരിക്കും വരിക. സോ ദിസ് ക്യാൻ ഓൾസോ ബി എക്സ്റ്റെൻഡഡ് ടു എനി ഇൻറ്റീജേഴ്സ്. സോ അതിൻ്റെ ഒരു കൊറോളറി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ് വിത്ത് ബി നോട്ട് ഈക്വൽ ടു 0. then they are access unique integers q and r such that a is equal to qb plus r. Okay. So ഏത് ഇൻറ്റീജേഴ്സ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സോ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനുള്ള ഇലിസ്ട്രേഷൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബി ഈസ് ഈക്വൽ ടു -7 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പല നമ്പേഴ്സിന് എങ്ങനെ ഡിവിഷൻ അൽഗോരിതം വെച്ച് എഴുതുന്നുള്ള രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ 1ന് എനിക്ക് 0 × -7 + 1 എഴുതാം. -2ന് എനിക്ക്
1 ഇൻറ്റു -7, അതായത് -7 + 5 എഴുതാം. സോ ഇതിന് 61 എടുത്തു കഴിഞ്ഞാൽ വീണ്ടും -7 നമുക്ക്, സോ ഇതൊക്കെ അങ്ങനെ ഇരിക്കും. ബേസിക്കലി നമുക്ക് പല രീതിയിൽ ചെയ്യാം. സോ 61 നമുക്ക് -8 ഇൻറ്റു -7 + 5 എന്ന് കൊടുക്കാം. ആ രീതിയിലൊക്കെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, സോ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡിവിഷൻ അൽഗോരിതം. ഇതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോക്കാം. പല രീതിയിലുള്ള പല വെറൈറ്റി റിസോൾവ് പ്രോബ്ലംസ് ഉണ്ട്. സോ നമുക്ക് മെയിനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് നമ്മൾ ഈവൻ നമ്പേഴ്സ് നമ്മൾ ബേസിക്കലി 2p എന്ന് പറഞ്ഞ സിമ്പിളായിരിക്കും, 2p സിമ്പിളായിരിക്കും യൂസ് ചെയ്യുക. ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ 2p അല്ലെങ്കിൽ 2n ആയിരിക്കും ഈവൻ നമ്പേഴ്സ് അല്ലേ. സിമിലർലി ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ 2n + 1 ആയിരിക്കും. സോ ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഡിവിഷൻ അൽഗോരിതത്തിനെ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബിക്കോസ് പിന്നെ ഈവൻ നമ്പേഴ്സ് ഞാൻ ഇപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ റിമൈൻഡർ ആസ് 0. സോ അത് 2n + 0 വരും. ഓഡ് നമ്പേഴ്സിനെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി ബേസിക്കലി 2n + 1 ആയിരിക്കും. സോ ആ ഒരു ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്ത് ഈ ഫോമിൽ എഴുതിയിരിക്കുന്നത്. സോ ഇങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്ക് പല രീതി സംസാരിക്കാം. ഒന്ന് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ക്യാൻ യു ഷോ ദാറ്റ് the power of every odd integer, the power of every odd integer leaves remainder 1 on division by 4. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഡിവിഷൻ ബൈ 4 അല്ലെങ്കിൽ കുറച്ചും കൂടി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ the power of any integer will leave remainder 1 or 0 on division by 4. ഓക്കെ, സോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇൻറ്റീജേഴ്സ് എന്തായാലും ഈവനും ഉണ്ടാവും ഓടും ഉണ്ടാവും അല്ലേ. സോ ഈവൻ ആണെങ്കിൽ അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 4n². സോ പവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്ക്വയർ ആണ് കേട്ടോ, സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ എടുക്കുമെന്ന് വിചാരിക്കുക, സ്ക്വയർ. ഓക്കെ, സോ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4n² ആയിരിക്കും. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി 4 ഡിവൈഡ്സ് ദിസ്, സോ യു വിൽ ഗെറ്റ് ദ റിമൈൻഡർ ആസ് 0. ഓക്കെ, ഇനി ഈ ഓഡ് ഇൻറ്റീജർ ആണെങ്കിലോ ഇറ്റ് വിൽ ബി ഓഫ് ഫോം 2n + 1 ആവും. സോ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ you will get this as 4n² + 4n + 1 വരും. അതായത് 4 ഇൻറ്റു സംതിങ്, അത് n² + n + 1 വരും അല്ലേ. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാട്ട് വിൽ യു ഗെറ്റ്? യു വിൽ ഗെറ്റ് ദ റിമൈൻഡർ ആസ് 1. സോ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇത് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ വേറെയും കുറേ റിസൾട്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഷോ ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഷോ ദാറ്റ് ദ സ്ക്വയർ ഓഫ് any odd integer, square of any odd integer is of the form 8k + 1. ഇങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ പല രീതിയിൽ ചെയ്യേണ്ടത്. സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഏത് ഫോമിൽ എടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഓഡ് ഇൻറ്റീജറിനെ 2k + 1 2n + 1 എന്ന് എടുക്കുവാണെങ്കിൽ അത് നമുക്ക് സ്ക്വയർ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി അത് 4n² + 4n + 1 എന്ന് വരും. സോ അത് 4 ഇൻറ്റു സംതിങ് n² + n + 1 വരും. പക്ഷേ അത് ഒരു 8k + 1 ഫോമിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ആ ഒരു രീതി 2n + 1 എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് വേറെ റെപ്രസെൻറ്റേഷൻ വല്ലതും ഉണ്ടാകും. സോ 8 നെക്സ്റ്റ് നമ്മൾ 2n + 1 നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത് 4 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണെങ്കിൽ നമ്മുടെ ഓഡ് ഇൻറ്റീജേഴ്സ് വിൽ ബി ഓഫ് ദ ഫോം 4n + 1 ആവാം, 4n + 3 ആവാം. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റീജേഴ്സ് വരാനുള്ള സാധ്യതകൾ ഒന്ന് 4n ആയിരിക്കാം, പിന്നെ 4n + 1 വരാം, 4n + 2 വരാം, 4n + 3 വരാം. ഓക്കെ, സോ ഇതിൽ 4n-ഉം 4n + 2-ഉം ഈവൻ നമ്പേഴ്സാണ്. സോ ഐദർ 4n + 1 ആവാം അല്ലെങ്കിൽ 4n + 3 ആയിരിക്കും നമ്മുടെ ഓഡ് ഇൻറ്റീജേഴ്സ്. സോ ഇതിൽ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോമിൽ വരും? അപ്പോൾ 4n + 1 ആണ്, അതിനെയാണ് ഞാൻ സ്ക്വയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താവും? 16n² + 8n + 1 വരും. അതായത് 8 ഇൻറ്റു 2n² + n + 1 വരും. സോ ബേസിക്കലി ഇതിനിപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഐ വിൽ ഗെറ്റ് ദ റിമൈൻഡർ 1. സോ ഇത് 8k + 1 ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, സോ അതിന് ഓക്കെയാണ്. ഇനി വീണ്ടും 4n + 3 ആണ് നമ്മൾ സ്ക്വയർ ചെയ്യുന്നതെങ്കിലോ ഇറ്റ് വിൽ ബി 16n² + 24n + 9 വരും. അതായത് അവിടെയും 8 ഇൻറ്റു സംതിങ് വരും. 8 ഇൻറ്റു 2n² + 3n ഈ 9നെ വീണ്ടും +8 + 1 എഴുതാം. അതായത് മൊത്തത്തിൽ ഇത് 8 ഇൻറ്റു സംതിങ് + 1 ഫോമിലാണ്. ദാറ്റ് മീൻസ് ഈ 4n + 3യുടെ സ്ക്വയർ ഈസ് ഓഫ് ദ ഫോം 8k + 1. സോ ഒരു ഓഡ് ഇൻറ്റീജർ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓഫ് ദ ഫോം 4. സോ ഇറ്റ് വിൽ ബി
സ്ക്വയർ വിൽ ബി ഓഫ് ദ ഫോം 8k+1. സോ ഇതുപോലെ കുറേ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം. പക്ഷേ ഏത് എടുക്കണം, അപ്പോൾ നമ്മൾ ഓഡ് ഇൻറ്റീജറോ ഈവൻ ഇൻറ്റീജറോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഫോംസ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്താലേ മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് 2n+1 എടുത്താൽ കിട്ടാം ഓഡ്, ചില കേസിൽ നമുക്ക് 4n+1 പോകാം, 4n+3 ആവാം, ചില കേസിൽ ചിലപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും, ചില കേസ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റില്ല. അത് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓഡ് ഇൻറ്റീജേഴ്സ് ഈവൻ ഇൻറ്റീജേഴ്സിൻ്റെ ഫോംസ് കൊടുത്തിട്ട് നിങ്ങൾ അത് ജസ്റ്റ് നോക്കുക എങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, സോ ഇതാ ഇപ്പം എ ഒരു ഇൻറ്റീജർ ആണെങ്കിൽ എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2, എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2/3. ഓക്കെ, ഇത് is always an integer, is always an integer for a greater than or equal to 1. ഇതാണ് നമ്മുടെ ക്ലെയിം. ഓക്കെ, സോ നിങ്ങൾ ചോദിക്കുക ഇതൊക്കെ എന്തിനാണ് പ്രൂവ് ചെയ്യുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്പർ തിയറിയിൽ ഒരുപാട് പ്രൂവ്സുകൾ വെറും തിയററ്റിക്കലാണ്. പക്ഷേ ഈ പറയുന്ന നമ്പർ തിയറിയുടെ ഈ കൺസെപ്റ്റ്സുകളൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നമ്പർ തിയറി ആണ് പലപ്പോഴും ക്രിപ്റ്റോഗ്രഫിയിൽ, അതായത് നമ്മുടെ പാസ്വേഡ്സൊക്കെ അതിൻ്റെയൊക്കെ സെക്യൂരിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രോങ്നെസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പല കാര്യങ്ങളുടെ ബേസ് എന്ന് പറയുന്ന നമ്പർ തിയറിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കൺസെപ്റ്റ്സൊക്കെ ഒന്ന് ശരിക്കും നമ്മൾ തറോ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. സോ നമ്പർ തിയറി ആസ് എ ഫീൽഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്യൂർലി തിയററ്റിക്കൽ ബേസിസിലായിരിക്കും. ഒരു ആപ്ലിക്കേഷൻസ് മുന്നിൽ കണ്ടല്ല അത് ഡെവലപ്പ് ചെയ്തത്, പിന്നീടാണ് ആപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ നമ്പർ തിയറിയിൽ നിങ്ങൾ കാണുന്ന മിക്കവാറും ഒരുപാട് ക്വസ്റ്റ്യൻസും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. പക്ഷേ വി ഹാവ് ടു സ്റ്റഡി ദിസ് ടു റീഇൻഫോഴ്സ് അവർ കൺസെപ്റ്റ്സ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്ലെയിം എന്ന് പറയുന്നത് ഫോർ എനി ഇൻറ്റീജർ എ, സോ ഫോർ എനി ഇൻറ്റീജർ എ വിച്ച് ഇസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1, എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2+3 is always an integer. ഓക്കെ, സോ ബൈ 3 ആണ്, അത് ഇൻറ്റീജർ ആവണം നിർബന്ധമൊന്നുമില്ല. സോ സാധാരണ 2/3 ഇൻറ്റീജർ ആവാറില്ല. സോ അത് പക്ഷേ ഈ ഒരു ഫോമിൽ വരുവാണെങ്കിൽ എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2/3 is always an integer. ഓക്കെ, സോ ഇവിടെ ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഡെഫിനറ്റ്ലി എനെ ഇപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ ഫോമിൽ വരും നമുക്ക് നോക്കാം. സോ എനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അത് ക്യാൻ ബി 3q ആവാം, 3q + 3n ആവാം, 3q + 2 ആവാം. ക്യൂവിന് വലിയ വ്യത്യാസമൊന്നുമില്ല, ചുമ്മാ കോഷ്യൻ്റ് എടുക്കുന്നു മാത്രമല്ല. സോ 3q ആവാം, 3q+1 വരാം, 3q+2 വരാം, 3q+3 ആണെങ്കിൽ വീണ്ടും 3q ഫോമിൽ തന്നെ ആയിരിക്കും. സോ എല്ലാ ഇൻറ്റീജേഴ്സും ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി 3q ആണ് എൻ്റെ എ എങ്കിൽ, ഇപ്പോൾ കേസ് 1 ആണ്. സോ 3q ആണ് എൻ്റെ എ എങ്കിൽ നമുക്ക് ഈ ഒരു സാധനം നോക്കാം. സോ ഇറ്റ് വിൽ ബി 3q ഇൻറ്റു 9q² + 2 ഡിവൈഡഡ് ബൈ 3 വരും. സോ ഈ 3യും 3യും വെട്ടിപ്പോവും. ദിസ് മീൻസ് ദിസ് ഇസ് ആൻ ഇൻറ്റീജർ. സോ ഈ 3q ഫോമിലാണെങ്കിൽ നമ്മുടെ കാര്യം കഴിഞ്ഞ് അത് ഇൻറ്റീജർ ആയിരിക്കും. ഓക്കെ, ഇനി 3q+1 ആണെങ്കിലോ, 3q+1 ഫോമിലാണ് എൻ്റെ നമ്പർ എങ്കിൽ എന്ന് സംഭവിക്കുന്നത്. ദിസ് വിൽ ബി 3q+1 ഉണ്ടാവും. സോ സ്ക്വയർ ചെയ്യുമ്പം 9q² + 6q+1 + 2 വരും, ഡിവൈഡഡ് ബൈ 3 ആണ്. പക്ഷേ ഈ ബ്രാക്കറ്റിലുള്ളത് എന്ന് സംഭവിക്കും, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് നമുക്കറിയാം ഇറ്റ് ഈസ് 3q+1 ഇൻറ്റു 9q² + 6q + 3/3 വരും. സോ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3, therefore this is also an integer. സോ ഈ 3 പുറത്തെടുത്ത് കഴിഞ്ഞ് ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻറ്റീജർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 3q+2 ഫോമിലാണ്, അതും കൂടെ ഉള്ളൂ. ആ ഫോമിലാണെങ്കിൽ ഇതേ ടേം കോഎഫിഷ്യൻ്റ് ഇത് ടേം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് കിട്ടും? സോ ഇറ്റ് വിൽ ബി 3q+2 ഇൻറ്റു അല്ലെ സ്ക്വയർ ചെയ്യുമ്പം 9q² ഉണ്ടാവും, 6 + 12q ഉണ്ടാവും അല്ലേ, +4 ഉണ്ടാവും. ഇപ്പുറത്തൊരു 2 കിടപ്പുണ്ട്, ഡിവൈഡ് ബൈ 3 ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോഴും നമുക്ക് കിട്ടും ദിസ് ഇസ് ഈക്വൽ ടു 3q+2 ഇൻറ്റു 9q² + 12q + 6. സോ ദാറ്റ്സ് എ ഫാക്ടർ ഓഫ് 3 ഇൻ ദിസ് ടേം. സോ ഇതും ഒരു ഇൻറ്റീജർ ആയിരിക്കും. സോ a ഇൻറ്റു a² + 2/3 is always an integer. ഓക്കെ, സോ ഇതുപോലെ പല ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം. സോ കുറേ ക്വസ്റ്റ്യൻസ് ഇതേപോലെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ അവിടെയൊക്കെ നമ്മൾ ആ എടുക്കുന്ന ഫോം അനുസരിച്ച് നമുക്കത് പല കാര്യങ്ങളും, ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോം കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ വേറെ ഫോംസ് ഒക്കെ എടുക്കേണ്ടി വരും. സോ ഡിപ്പെൻസ്. ഓക്കെ, സോ ഇങ്ങനെ കുറേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ നിങ്ങളത് ട്രൈ ചെയ്യാം. കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് എക്സസൈസ് ഫോംസ് കാണും, അതെല്ലാം ഇവിടെ ഉണ്ട്, അതൊക്കെ നോക്കിക്ക് വേണം. സോ അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. സോ ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതേ ടൈപ്പ് പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോ ദാറ്റ് n ഇൻറ്റു n+1 ഇൻറ്റു ഈ 5th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ
n ഇൻറ്റു n പ്ലസ് വൺ പ്ലസ് ടു n പ്ലസ് വൺ ബൈ സിക്സ് സെക്കൻഡ് ഇൻറ്റീജർ എന്നുള്ള പ്രൂവ് ചെയ്യണം. സോ അവിടെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ 6 കേസ് എടുക്കേണ്ടി വരും. 6K എടുത്ത് നോക്കണം, 6K പ്ലസ് വൺ നോക്കണം, 6K പ്ലസ് ടു നോക്കണം, അപ് ടു 6K പ്ലസ് 5 നോക്കേണ്ടി വരും. സോ ആ രീതിയിലൊക്കെ ചോദിക്കാം. സോ ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ഡിവിഷൻ അൽഗോരിതം ടു എസ്റ്റാബ്ലിഷ് ദ ഫോളോയിങ്. സ്ക്വയർ ഓഫ് എൻ ഇൻറ്റീജർ ഇസ് ഐദർ ഓഫ് ദ ഫോം 3K ഓർ 3K പ്ലസ് വൺ. അപ്പം ആ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇൻറ്റീജേഴ്സ് 3Kയോ 3K പ്ലസ് വണ്ണോ 3K പ്ലസ് ടു ആയിരിക്കും. സോ എല്ലാം സ്ക്വയർ ചെയ്ത് നോക്കുക. സോ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇതാണ് ഫസ്റ്റ് സെഷൻ. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ GCD കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. ഓക്കെ, താങ്ക് യു.